പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് SSLC IT മോഡൽ എക്സാമിൽ വന്ന സ്ക്രൈബസിലെ ചോദ്യം പരിചയപ്പെടാം. ഡിസൈൻ എ നോട്ടീസ് യൂസിങ് സ്ക്രൈബസ് സോഫ്റ്റ്വെയർ ആസ് ഇൻ ദ മോഡൽ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൻ ബിലോ. നമ്മൾ ഇതുപോലത്തെ ഒരു നോട്ടീസാണ് തയ്യാറാക്കേണ്ടത്. നമുക്കിനി ഹിൻസ് പരിശോധിക്കാം. വേൾഡ് ഫോറസ്ട്രി ഡേ എന്ന ഒരു PNG ഇമേജസ് 10 നൽകിയിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ആ ഇമേജ് ഉൾപ്പെടുത്തണം. രണ്ടാമതായി വേൾഡ് ഫോറസ്ട്രി ഡേ എന്ന് ഹെഡിങ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. അത് വൈറ്റ് കളറിൽ കൊടുക്കണം. അതോടൊപ്പം ഫോണ്ട് ഫാമിലി നോട്ടോ സയൻസ് ആയിരിക്കണം. മൂന്നാമതായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ നൽകിയിട്ടുണ്ട്. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ സ്ക്രൈബസ് എന്ന ഫോൾഡറിലാണ്. നമ്മൾ ഈ സെൻറ്ററിൽ കാണുന്ന വൈറ്റ് പോർഷനിൽ കാണുന്നതാണ്. അത് ഉൾപ്പെടുത്തണം. ഡ്രോ എ റെക്റ്റാങ്കിൾ ബിലോ ദ പാരഗ്രാഫിന് താഴെയായിട്ട് നമ്മൾ ഏറ്റവും അവസാനം കാണുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈന് ഡ്രോ ചെയ്യണം. 2 mm വിഡ്ത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്ക്രൈബസ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്ക്രൈബസ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ നമുക്ക് ഈ ഒരു പേജിന് പ്രത്യേക ഡയമെൻഷൻ ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് A4-ലാണെന്നത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് മാക്സിമൈസ് ചെയ്യാം. ഈ ഒരു പേജ് നമുക്ക് സൂം ഔട്ട് ചെയ്ത് നമ്മുടെ സൗകര്യത്തിനായിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കാം. സൂം ഔട്ട് ചെയ്യാൻ താഴെയുള്ള സൂം ഔട്ട് ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ നോക്കൂ. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വേൾഡ് ഫോറസ്ട്രി ഡേ എന്ന് പറയുന്ന ഒരു PNG ഇമേജസ് 10 നിന്നും ഈ ഒരു പേജിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ഇമേജ് കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്രൈബസിൽ ഇമേജ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇമേജ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ഇമേജ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പേജിൽ എവിടെയാണോ നമുക്ക് ഇമേജ് വേണ്ടത് ആ ഒരു ഏരിയയിൽ നമ്മൾ ഡ്രോ ചെയ്യുക. ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. കോണ്ടൻറ്റ് ഗെറ്റ് ഇമേജ്. നമ്മുടെ ഇമേജ് ഉള്ളത് ഹോമിലാണ്. മോഡൽ എക്സാം എന്നുള്ളതാണ് ഹോം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇമേജസ് 10 ഡബിൾ ക്ലിക്ക് ചെയ്യുക. വേൾഡ് ഫോറസ്ട്രി ഡേ എന്ന ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അങ്ങനെ വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്രെയിമിനുള്ളിൽ വരുള്ളൂ. അതിന് ശേഷം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് വേൾഡ് ഫോറസ്ട്രി ഡേ എന്ന ഹെഡിങ് ടൈപ്പ് ചെയ്യണം. ഹെഡിങ് നമുക്ക് ആക്ച്വലി ആ ഹെഡിങ് ചുവടെയുള്ള പാരഗ്രാഫിലുണ്ട്. അതവിടെ നിന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് രണ്ടാമതായി നമുക്ക് താഴെ തന്നിട്ടുള്ള സെൻട്രൽ പൊസിഷനിൽ തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ടെക്സ്റ്റ് ഫയലാണല്ലോ. ടെക്സ്റ്റ് ഫയൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഫ്രെയിം എടുത്ത് ഏത് ഏരിയയിലാണോ ആ ടെക്സ്റ്റ് വേണ്ടത് അവിടെ ഒന്ന് ഡ്രോ ചെയ്യണം. മുകളിൽ T എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടൻറ്റ് ഗെറ്റ് ടെക്സ്റ്റ് എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടൻറ്റ് ഗെറ്റ് ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി എവിടെയാണോ നമ്മുടെ ടെക്സ്റ്റ് ഉള്ളത് അവിടെ നിന്നും ആ ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലാണുള്ളത്. അത് നമ്മൾ സ്ക്രൈബസ് എന്ന ഫോൾഡറിലാണുള്ളത്. അവിടെ നിന്നും ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ആ ഫയൽ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഇമേജിൽ കാണുന്ന രീതിയിൽ നമ്മൾ ആ പാരഗ്രാഫിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് വേൾഡ് ഫോറസ്ട്രി ഡേ എന്ന് ഹെഡിങ് ആയിട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കളർ കൊടുക്കണം. അതുപോലെ ഫോണ്ട് ഫാമിലി നോട്ടോ സയൻസും കൊടുക്കണം. ഈ ഒരു വേൾഡ് ഫോറസ്ട്രി ഡേ എന്നത് നമ്മുടെ ഈ തൊട്ട് താഴെ സെൻട്രലായിട്ട് നമ്മൾ കൊടുത്ത പാരഗ്രാഫിലുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്യാം. ആ ഫോണ്ട് മാത്രം സെലക്ട് ചെയ്യുക. ആ ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ കോപ്പി കൊടുക്കുക. അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മുകളിൽ ഒരു ടെക്സ്റ്റ് ആയിട്ടാണല്ലോ കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് കൊടുക്കാൻ നമുക്കറിയാം. ടെക്സ്റ്റ് ഫ്രെയിം എടുക്കണം. ആ T എന്നതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ഫ്രെയിം ഡ്രോ ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ എഡിറ്റിൽ തന്നെ പേസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അത് ബ്ലാക്ക് ഫോണ്ടിലായിട്ടാണ് നമുക്ക് കാണാത്തത്. ഇനി നമുക്കതിന് മാറ്റങ്ങൾ വരുത്തണം. അതിന് കളർ കൊടുക്കണം. അതിൻ്റെ സൈസ് മാറ്റമൊക്കെ വേണം. അപ്പോൾ ഈ ടെക്സ്റ്റിന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ, ടെക്സ്റ്റിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ്, ടെക്സ്റ്റ് ഒരു കണ്ടൻ്റ് ആണല്ലോ, സോ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ മുകളിൽ തന്നെ നമുക്ക് ഫോണ്ട് ഫാമിലി കാണാം. അവിടെ ഫോണ്ട് ഫാമിലി എന്താണോ മാറ്റേണ്ടത്, നമ്മളോട് നോട്ടോ സാൻസ് ആക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ഫോണ്ട് ഫാമിലി നോട്ടോ സാൻസ് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ഇതിൽ റെഗുലർ എന്ന് കാണുന്നുണ്ട്. അതായത് ഫോണ്ട് സ്റ്റൈലാണ് അവിടെ ബോൾഡ് ആക്കണോ അല്ലെങ്കിൽ ബോൾഡ് ഒബ്ലിക്ക് ആക്കണോ എന്നതൊക്കെ നമ്മൾ അവിടെ നിന്ന് തൊട്ട് താഴെ ഫാമിലിക്ക് തൊട്ട് താഴെ വരുന്നത് ഫോണ്ട് സ്റ്റൈലാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് സ്റ്റൈൽ മാറ്റാം. അതിന് തൊട്ട് താഴെയായിട്ട് വരുന്നത് ഫോണ്ട് സൈസും കാര്യങ്ങളാണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് മാറ്റിയതിന് ശേഷം കളർ മാറ്റാൻ കളർ ആൻഡ് എഫക്ട്സ് എന്ന് പറയുന്ന ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യണം. നമുക്ക് വേണ്ട കളർ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഈ ടെക്സ്റ്റ് ഫ്രെയിമിന് ഉള്ളിലെ ടെക്സ്റ്റിന് മൊത്തം മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആ ഫ്രെയിം മാത്രം സെലക്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ആ ഫോണ്ട് കളറ് കാണാത്തത് കൊണ്ട് മാത്രം ആ ടെക്സ്റ്റ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ഫ്രെയിമിലെ മൊത്തം ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ ആ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ മാറ്റേണ്ടതെന്ന് സൈഡ് വിൻഡോയിലൂടെ നമുക്ക് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണ്ട് സൈസ് അധികരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഫോണ്ടുകൾ അടുത്തടുത്തായിട്ട് കാണുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് കഴ്സർ വെച്ചുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ ടെക്സ്റ്റ് ബോൾഡാക്കാൻ ഫോണ്ട് ഫാമിലിയുടെ തൊട്ട് താഴെ കാണാം നോർമൽ, ബോൾഡ്, ഇറ്റാലിക് എന്നൊക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബോൾഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് ബോൾഡായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈൻ സ്പേസും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴ്സർ വെച്ചുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഞാൻ വേൾഡിൻ്റെ അടുത്ത് കഴ്സർ വെച്ചു, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ ലൈൻ സ്പേസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലൈൻ സ്പേസ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്ന പാരഗ്രാഫിൻ്റെ കളറ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ കളർ ആൻഡ് എഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ കുറച്ച് കളേഴ്സേ കാണുന്നുള്ളൂ, ബാക്കി കളേഴ്സൊന്നും നമ്മളവിടെ കാണുന്നില്ല. അധിക കളറ് എടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കുക. അതായത് ഇവിടെ കാണുന്ന ഏതാനും ചില കളറുകളേ ഉള്ളൂ. ഇതല്ലാതെ നമുക്ക് അധികമായിട്ട് ഒത്തിരി കളേഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. ഈ വിൻഡോ ഒന്ന് നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം എഡിറ്റിൽ പോവുക. എഡിറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ കളേഴ്സ് ആൻഡ് ഫിൽസ് എന്ന് കാണാം. കളേഴ്സ് ആൻഡ് ഫിൽസ് എന്ന ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ബേസിക് സ്ക്രൈബസ് ബേസിക് മാറ്റിയിട്ട് നമ്മൾ ഓക്സിജൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, സ്ക്രൈബസ് ബേസിക് മാറ്റിയിട്ട് ഓക്സിജൻ എന്നതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തതുപോലെ ആ ഫ്രെയിമിൽ ടെക്സ്റ്റ് ഫ്രെയിമിൽ സെലക്ട് ചെയ്തിട്ട് കോണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്താൽ ഇവിടെ നമുക്ക് ഒത്തിരി കളേഴ്സ് കാണും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കളേഴ്സ് എടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ബോക്സിൽ കുറച്ച് കളേഴ്സേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ കളേഴ്സ് വേണമെങ്കിൽ നമ്മൾ സ്ക്രൈബസ് ബേസിക് മാറ്റി ഓക്സിജൻ എന്നതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള, ഇവിടെ ഗ്രീൻ ഷെയ്ഡാണ് തന്നിരിക്കുന്നത്, സോ ഗ്രീൻ ഷെയ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ടെക്സ്റ്റ് കറക്റ്റ് ചെയ്തു. അതോടൊപ്പം അതിൻ്റെ സൈസ് അല്പം ഒന്ന് അധികരിപ്പിച്ചിട്ടുണ്ട്. ശേഷം നമ്മളത് അതിൻ്റെ വേണ്ട രീതിയിൽ, വേണ്ട ഫോമാറ്റിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഷേപ്പ്, ഒരു റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത്. അതും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കങ്ങനെ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ ഷേപ്പ് ടൂളുണ്ട്. ഷേപ്പ് ടൂളാണ് നമ്മൾ എടുക്കേണ്ടത്. ഷേപ്പ് ടൂൾ എടുത്തു. അത് അവിടെ ഒരു റെക്റ്റാങ്കിൾ, ഒരു സ്ക്വയർ വരച്ചു. അത് പിന്നെ നമ്മൾ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണോ ഇമേജിൽ തന്നിരിക്കുന്നത് ആ രീതിയിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി അതൊരു ആ ഒരു കണ്ടൻ്റ് അല്ലാതെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ അതിലെന്തെങ്കിലും എഡിറ്റ് വരുത്തണമെങ്കിൽ, അതിലെന്തെങ്കിലും കളറ് ഫില്ല് ചെയ്യണമെങ്കിലൊക്കെ, ഇങ്ങനത്തെ ഷേപ്പിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് അല്ല, റൈറ്റ് ക്ലിക്ക് ചെയ്ത് വെറും പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്യും. ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ശേഷം അവിടെ കളേഴ്സ് എന്നത് കാണാം. ആ കളേഴ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കളർ ഏതാണോ അവിടെ കൊടുക്കുക. ഏത് കളറാണോ ഫില്ല് ചെയ്യാനുള്ളത് ആ കളർ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കളർ അവിടെ കാണുന്നുള്ളതെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഓക്സിജൻ, അതായത് സ്ക്രൈബസ് ബേസിക് മാറ്റിയിട്ട് നമ്മൾ ഓക്സിജൻ ആക്കിയിട്ട് വേണം ആ കളർ എടുക്കാൻ. അപ്പോൾ നമുക്ക് എന്താണോ ഇമേജിൽ തന്നിരിക്കുന്ന കളറ് ആ കളറ് സെലക്ട് ചെയ്യുക.
അതിന് ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു യെല്ലോ ലൈന് വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിന് മുകളിലൂടെ ഒരു യെല്ലോ ലൈന് നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. 2 mm വിഡ്ത്തും അതിന് നൽകേണ്ടതുണ്ട്. അപ്പോൾ ലൈൻ ടൂൾ എടുക്കാം. ഇനി നമ്മൾ മുകളിൽ നിന്നും ലൈൻ ടൂള് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. പിന്നെ അത് കഴ്സർ വെച്ച് നമ്മളൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ലൈന് അവിടെ വന്നിട്ടുണ്ട്. ലൈനും നേരത്തെ പോലെ തന്നെ ഒരു പ്രോപ്പർട്ടി ആണല്ലോ. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലൈനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടി ടൂൾ എടുക്കുക. പ്രോപ്പർട്ടീസ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിന് കളർ ചേഞ്ച് ചെയ്യണം. അതിന് കളർ ചേഞ്ച് ചെയ്യാൻ ഫിൽ എന്നുള്ളതിലല്ല സെലക്ട് ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈനിൽ കളർ കൊടുക്കാൻ നമ്മൾ സ്ട്രോക്ക് എന്നതിലാണ് സെലക്ട് ചെയ്യേണ്ടത്. സ്ട്രോക്ക് സെലക്ട് ചെയ്യുക, ശേഷം അതിന് യെല്ലോ കളർ, തൊട്ട് താഴെ നിന്നും യെല്ലോ കളർ സെലക്ട് ചെയ്യാം. അടുത്തതായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ലൈനിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനാണ്. സോ ലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ലൈൻ സ്റ്റൈലൊക്കെ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് ലൈൻ വിഡ്ത്ത് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ലൈനിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഭാഗം കാണാം. അവിടെ നമ്മൾ 2 mm എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്തു. സ്ട്രോക്കിലാണ് ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ലൈനിൻ്റെ വിഡ്ത്തും നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണുള്ളത്. ഓക്കെ, ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആസ് PDF എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ വിൻഡോയിൽ ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എവിടെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. എക്സാം പ്രോഡക്ട്സിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തുകൊണ്ട് സേവ് ചെയ്യണം. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ അടുത്ത തൊട്ട് താഴെ കാണുന്ന ആ വിൻഡോയിലും നമ്മൾ ഓക്കെ കൊടുക്കുക. ശേഷം ഇത് നമ്മുടെ എക്സാം പ്രോഡക്ട്സിൽ സേവ് ആയതായിട്ട് കാണാം. സ്ക്രൈബസിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇമേജ് കൊണ്ടുവരുമ്പോൾ ഇമേജ് ഫ്രെയിം എടുക്കണം. ടെക്സ്റ്റ് കൊണ്ടുവരുമ്പോൾ ടെക്സ്റ്റ് ഫ്രെയിം എടുത്തതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ സ്ക്രൈബസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. താങ്ക്